ഹായ് ഗൈസ്, എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. ഇന്ന് തിരുവോണം നല്ലൊരു വർഷമായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു വർഷമായിരിക്കട്ടെ. നമ്മളും അതിന്റെ ഭാഗമായി ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ നിതിന്റെ ആരോഗ്യ ക്ലിനിക്കിലാണ് എത്തിയിട്ടുള്ളത്. നമ്മളിത് സീറ്റിന് ഓപ്പോസിറ്റ് ആണ്. സീറ്റിന് ഓപ്പോസിറ്റ്. ഇന്ന് അവിടെയാണ് നമ്മളെ ഈ വർഷത്തെ ഓണം നമുക്ക് ഗ്രാൻഡായിട്ട് നടത്തായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചില്ല, നമ്മളുടെ കൂട്ടുകാർ ആൾക്കാർ കുറെ ആൾക്ക് ചോദിക്കുന്നുണ്ട് നിതിനെ ഒന്ന് കൊണ്ടുവരും. അപ്പൊ നമ്മൾ വിചാരിച്ചു നിതിനോടൊപ്പം തന്നെ ഓണം ഒരു സിമ്പിൾ ഒരു ഓണം, സിമ്പിൾ ഒരു സദ്യ. സിമ്പിൾ ഒരു സദ്യ, ഒരു പൂക്കളം, ചിലപ്പോ കുറച്ച് ഗെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പൂക്കളം. പിന്നെ നമ്മൾ അവന്റെ പ്രത്യേകിച്ച് പറഞ്ഞു, ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ആക്കണ്ട. കാര്യം ഈ രോഗികൾ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇത് പനി സീസൺ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് ലോ പ്രൊഫൈലിലാണ് നമ്മൾ കീപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളും ഈ വീഡിയോ എൻജോയ് ചെയ്യാൻ നമ്മൾ വിചാരിക്കുന്നു അല്ലേ? അവനെ ഒന്ന് കാണാം. ആദ്യം അവനെ പോയി കണ്ട് ബാക്കി സദ്യ കഴിച്ച് ഇറങ്ങാം. അപ്പൊ നമുക്ക് അവനെ കാണാം. ഒരുപാട് നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. ഇതിന്റെ കാര്യത്തിൽ കർക്കശക്കാരനാണ്. പേര് വിളിക്കാൻ അപ്പം എന്നാണ് പറയുന്നത്. ഒരു അപ്പോയിന്റ്മെന്റ് ഇട്ടാ എന്താ പാട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഇവിടെ നമ്മൾ പോസ്റ്റ് ആയിട്ടിരിക്കുന്ന കാണാം. അഖിൽദാസ്, ശ്രീകാന്ത്, വിനു ശോഭൻ, അരുൺ. നമസ്കാരം. മീറ്റ് മിസ്റ്റർ ഡോക്ടർ നിതിൻ MBBS. നീ കുറെ നാളായി ഓൾഡ് സ്കൂളിൽ OSBയിൽ വന്നിട്ട്. അപ്പോഴേ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഓണമായിട്ട് തിരുവോണമായിട്ട് എന്തെങ്കിലും പറഞ്ഞു? എല്ലാവർക്കും നല്ലൊരു ഓണം നേരുന്നു. 2026 എല്ലാവർക്കും നല്ലൊരു ഓണം ആവട്ടെ. നിനക്ക് വേണ്ടി എപ്പോഴും കമന്റ് വരാറുണ്ടല്ലേ, ഇതിനെ കൊണ്ടുവരണം, ഇതിനെന്താ വരാത്തത്, നീ പഠിക്കുമെന്നാണ്. സ്റ്റോപ്പ് കംപ്ലൈനിങ്, സ്റ്റാർട്ട് ഡൂയിങ്. പറയേണ്ട കാര്യം ഒരു ബന്ധമില്ലെങ്കിൽ ഓണം വൈബിലാണെന്ന് ഇരിക്കണം. കണ്ട ഓണം വൈബാണ്. നോക്ക്, അടിപൊളിയല്ലേ? കൊള്ളാം. അത്ത കിട്ടാ. പിന്നെ വാച്ച് സൂം ചെയ്യണോ? ഏത് വാച്ചടാ? എവന്റെ പ്രഷർ നോക്കണം. എന്റെ ഒരു BP ഒന്ന് നോക്കണം. നീ നോക്കിയാ പോരെ. ചെയർ വേണ്ടേ? മോശമല്ലേ അത് കുഴപ്പമില്ല. പണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ 6 പാക്ക് ഉണ്ടായിരുന്ന മനുഷ്യനാണ്. സിസ്റ്റർ ഒരു കസേര കൊണ്ടുവരും, ഒരു ചെയർ, മറ്റേ ചെയർ ചാരണത് വേണ്ട, ചെറുത് സ്റ്റൂള്. ബീഫ് ഉണ്ടോ? നോക്ക്, ഷുഗർ കൂടെ നോക്കട്ടെ. ഷുഗർ നോക്കണമെന്ന് എല്ലാരും പറയാറുണ്ട്. എങ്കിൽ എല്ലാവർക്കും നോക്കാം. മറ്റേ സ്റ്റൂൾ ഉണ്ടല്ലോ, അപ്പൊ അല്ലെങ്കിൽ വേണ്ട മരുന്ന് നിന്നോളൂ. ഞാൻ പറഞ്ഞില്ല ഇത് നടക്കാൻ പോകുന്നില്ല. അപ്പൊ അഖിൽദാസിന്റെ BP നോക്കുകയാണ്. എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കാൻ പറ്റുമോ? കയറി പോകണ്ട, കയറി പോവാ. എന്നിട്ട് അവർ വിടമ്പ് റിലീസ് ചെയ്യുമ്പോഴാണ് ഒറിജിനൽ വരുന്നത്. എനിക്കറിയാമല്ലോ. എനിക്ക് ഒരു ടെൻഷൻ. 130-90 കുഴപ്പമില്ല. നോർമൽ. അല്ല ഇല്ല കേട്ടാ, നീ ഇത് നോക്കിയാ നിന്റെ ഷുഗർ നിന്നെ കാണിക്കാനെ കൊണ്ടുവന്ന ഇരി അങ്ങോട്ട് ഷുഗർ നോക്കട്ടെ. ഞാൻ ഫാസ്റ്റിംഗ് അല്ല. വേണ്ട, ഫാസ്റ്റിംഗ് അല്ലാത്ത നോക്കിയാ ലൈം കുടിച്ചു പഞ്ചാര ഇട്ട്. അത് കുഴപ്പമില്ല. രാവിലത്തെ പ്രാതലും ശർക്കരയും അവിലും പഴവും. ഇത് ഈ കുത്തണത് അയ്യ, കുത്തുള്ളത് ഒറ്റ കുത്തിഞ്ഞോ അറിയോന്നില്ല. സിസ്റ്റർ കുറച്ച് പഞ്ഞു തരും. അവന്റെ മുണ്ടിൽ തോന്നി ഇത്രയും കോട്ടെ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോയാല, ടെൻഷനായി ഷുഗർ കുറഞ്ഞു പോയാല. അഖിൽദാസിന് പേടി എന്നുള്ള സാധനമേ ഇല്ല കുത്താൻ. ഞാൻ കുത്തി കൊടുക്കട്ടെ അഖിൽദാസിന്. അവന് ഷുഗർ എടുത്തോണ്ട് വരാൻ പറയാം. ഇതിന് പക്ഷെ കറക്റ്റ് കിട്ടോ? കറക്റ്റ് ആണ്. ആക്യുറേറ്റ് ഒരു
ഒരു മെഷീനും അല്ല കേട്ടോ, ഒറ്റ കുത്താണ് അഖിൽദാസ് മർഗയ നല്ല ആഞ്ഞ് കുത്തിയെന്ന് വന്നില്ലെങ്കിലോ അത് കറക്റ്റ് മിഡിൽ ഫിംഗറിൽ കുത്തി കൊടുക്കുക. ഞാൻ പറയണേ അവനൊരു 183 കുഴപ്പമില്ല. ബോർഡറാ വലിയ ബോർഡർ ലൈൻ ലൈം ജ്യൂസ് കുടിച്ചല്ലേ ഉള്ളതാ. ബോർഡർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കയറാൻ ചാൻസ് ഉണ്ട്. വരാൻ ചാൻസ് ഉണ്ട്. നല്ല പരിശ്രമിച്ചാൽ ഒരു 2-3 വർഷത്തിനകത്ത് അതോ പരിശ്രമിക്കുന്നുണ്ട്. മാക്സിമം നോക്കാം. ഇപ്പം മധുരമായിട്ട് ലൈം കുടിച്ചിട്ട് വന്നിട്ട് കയറിയുണ്ട്. എവന്റെ ഒരു നമ്മളൊരു ആഹാര ക്രമീകരണം പറയാം. അത് വെച്ചിട്ട് ചാൻസസ് നീ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവായി കഴിച്ചിട്ട് ഹാഫ് ഷവായി കഴിച്ചിട്ട് ഒരു മുസംബി ജ്യൂസും അതിലോട്ട് കുടിച്ചു. അതിനുശേഷം ഒരു ക്രാക്ലിംഗ് ബണ്ണ്, അത് രാത്രി 1 മണി, നല്ല മധുരം. പിന്നെ പായസത്തില് ശർക്കര മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് മിൽക്ക് മെയ്ഡ് കാലൊഴിക്കാൻ പറഞ്ഞ അര ഒഴിക്കും. എന്നിട്ട് അതിങ്ങനെ കോരി കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ രാവിലെ അവന്റെ ഐഡിയൽ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ പറയുന്നത് എന്താണ്, ഒരു പഴവും ശർക്കരയൊക്കെ ഇട്ടിട്ട് നെയ്യും കൂടി കൂട്ടി കൊളസ്ട്രോളും കൂടെ കയറ്റി കുഴച്ചൊരു സാധനം അടിച്ചു കഴിഞ്ഞാൽ നല്ലതെന്നാണ് അവൻ പറയുന്നത്. ഇവൻ പണ്ട് ശ്രീകല മാഡത്തിന്റെ വീട്ടിൽ നിന്ന് ഇത് കഴിക്കുമായിരുന്നു, അത് ഫ്രിഡ്ജിൽ നിന്ന്. മറ്റേ മിൽക്ക് മെയ്ഡ് കേക്കൊക്കെ എടുത്ത് കഴിക്കില്ലേ? പോഷളവും അല്ല, അപ്പൊ ഈ ഒരു ആഹാര ക്രമീകരണമാണെങ്കിൽ ഇവന് എത്ര സമയം എടുക്കും ഐഡിയൽ ലെവലിലെത്താൻ? ഇവനിപ്പോ ബോർഡർ ആയിരിക്കും മിക്കവാറും. ഏകദേശം ഷുഗർ ആയി, പ്രീ ഡയബറ്റിക് ആയി കാണാം. എത്രയെന്നാണ് പറഞ്ഞത്? ഇപ്പൊ 183. ഫാസ്റ്റിംഗ് ഇപ്പം ലൈം ജ്യൂസ് കുടിച്ചിട്ട് ഷുഗർ ഇട്ട് നല്ല മധുരം കൂട്ടി ലൈം ജ്യൂസ് കുടിച്ചിട്ട് 183 ഉള്ളൂ. അവിടുത്തെ പോയിന്റ്. എടാ ഇതില് നമുക്ക് പറയാൻ പറ്റൂല, വേറെ ടെസ്റ്റ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയാം. ആരും ചെയ്യണം. ജനറേഷണൽ എവന് കാണുന്നുണ്ടോ? ഞാൻ ചാലഞ്ച് ഇന്ന് കാണും. എവന് നോക്കിയാല ഇന്ന് വേണ്ട, നീ നിന്റെ തന്നെ നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് ഇല്ല, എനിക്ക് 120 ഡോക്ടേഴ്സിനോട് ചോദിക്കരുത്. നമുക്കൊരു 170-80 അപ്പൊ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. മണി 2 സദ്യ വന്നില്ല. സദ്യ വരുന്നു. സദ്യ താഴെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കൂടെ. ഈ അത്തപ്പൂ താഴെ സെറ്റ് ചെയ്ത് എല്ലാം താഴെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗെയിംസ് ഉണ്ട്. എന്താ ഗെയിംസ്? ഗെയിംസ് എന്തെങ്കിലും ചെയ്യാം. ബിസ്ക്കറ്റ് കടി, ആനവാൽ മോതിരം. അല്ല, ആനയ്ക്ക് വാല് വരയ്ക്കൂലേ? ആനയ്ക്ക് വാല് ആന വെച്ചിട്ട് വാലിങ്ങനെ വരയ്ക്കും. മൂട് നോക്കി വരയ്ക്കണം. അത് നമ്മൾ കാണാൻ വരയ്ക്കും. പിന്നെ ലെമൺ ആൻഡ് സ്പൂൺ. പിന്നെ മറ്റേ ഇപ്പൊ പുതിയ ഒരെണ്ണം ഉണ്ടല്ലോ, ഇങ്ങനെ മറ്റേ കുറെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണ്ണ് കെട്ടിയിട്ട് ക്രോസ് ചെയ്ത് അതുകൊണ്ട് അതൊക്കെ ഇഷ്ടം പോലെ താഴെയുണ്ട്. ഗ്ലൂക്കോസിന്റെ പറയുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു നീ വിളിച്ചപ്പോ ഇവിടെ ഇതിന്റെ അമ്മ ഇതാ ഇവിടെ ഉണ്ട്. ആന്റി അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അല്ലേ? അതെ, ഓണാഘോഷത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇത് അവനിവിടെ സ്പേഷ്യസ് ആയിട്ട് സ്ഥലം എടുത്ത് വെച്ചിട്ടുണ്ടോ? എല്ലാം അറേഞ്ച്ഡ് ആണ്. കണ്ടാ പിന്നെ എന്തിനാ വിളമ്പാനാ വിളിച്ചത്? ഓ, ഷുഗർ പറഞ്ഞ അവന് തലകറക്കം വരും. എന്നാ നമുക്ക് ഗെയിംസ് കളിക്കാം. നീ ഗെയിംസ് അറേഞ്ച് ചെയ്യും. നമുക്ക് അത്തപ്പൂ ആദ്യം നോക്കാം. അത്തപ്പൂ എവിടെ? അത്തപ്പൂ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എവർ റീത്തു വല്ല മാജോട്ട് വയ്ക്കും. അത്തപ്പൂ എവിടെ? അത്തപ്പൂ വയ്ക്കണോ? അത്തപ്പൂ കാർപ്പറ്റാടാ അല്ലെങ്കിൽ റീത്ത് റെഡിമെയ്ഡ് സാധനമായിരിക്കും. അപ്പൊ ഗൈസ് അത്തമൊക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലേ? അത്തം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇപ്പം ബുദ്ധിപരമായി അധികം സമയം കളയാതെ ഒരു റെഡിമെയ്ഡ് അത്തമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നോ? കാണാം. ടെക്നോളജിക്കലി അവൻ വലിയൊരു നിലയിൽ എത്തി എന്നുള്ളത് ക്യാമറയിൽ കാണാൻ നല്ല ഒറിജിനാലിറ്റി ആണോ? ഓ, എന്നത് തൊട്ടുമ്പോൾ കാണിച്ചു കൊടുക്കാം എങ്ങനത്തെ അത്തമാണെന്ന്. ഈ സാധനം നമ്മളോട് എടുത്തോട്ടെ. ഇത് കഴിയുമ്പോൾ നമുക്ക് തരും. എന്നാൽ നടുക്കത്തെ സാധനം റെഡിയായി.
ഇപ്പൊ ഇവന്മാർക്ക് ഒരു ഐഡിയ കിട്ടി ഇങ്ങനെ ചെയ്യാന്ന്. ടെക്നോളജിക്കലി അവൻ അഡ്വാൻസ്ഡ് ആണ്. അതെ ഒരുപാട്. അതാണ് ഇവൻ മത്ത എവിടെയെന്ന് ചോദിച്ചപ്പോഴും കുരുങ്ങാൻ നിന്നത്. അതിന്റെ കോൺഫിഡൻസ് അത്തപ്പോ വരും. ഒരു മിനിറ്റ് കൊണ്ട് അത്തടാന്ന്. ഇൻസെന്റ് അത്തമാണ്. ഇൻസെന്റ് പായസം, ഇൻസെന്റ് അച്ചാർ, അതേപോലെ ഇൻസെന്റ് അത്തം. അത് ഒറിജിനലാണ്, സെമി ഒറിജിനൽ, സെമി ഒറിജിനൽ, പാർഷ്യലി ഒറിജിനൽ അല്ലേ? പാർഷ്യലി പാർഷ്യലി അപ്പൊ അത്തമൊക്കെ സെറ്റായി. ഇനി എന്തോന്ന് പരിപാടി? ഇവന്മാർക്ക് സദ്യ കൊടുക്കാം. നീ കഴിക്കുന്നില്ലേ? ഞാനും കഴിക്കും. നമ്മളെല്ലാരും കഴിക്കും. എന്തൊക്കെയുണ്ട് സദ്യയുടെ ഒരു കീഴ്വഴക്കം? പക്ഷേ അത് നീ റെഡിമെയ്ഡ് ആക്കണ്ടായിരുന്നു. SAS പേപ്പർ ഇല്ലാതെ ഒതന്റിക് പേപ്പർ വാഴയില വേണമായിരുന്നു. മഴയുണ്ടോ? വിനുചേട്ടനാണ് ചൂണ്ടിക്കാണിച്ചത്. അല്ല അവ അത് പറയേണ്ട ആവശ്യമില്ല. ഇതിന് ഈ ട്യൂൺ ഇടേണ്ട ആവശ്യമില്ല. സപ്പോർട്ട് ചെയ്യുന്നു. സീരിയല് നമ്മൾ മാറി എന്ന് വെറുതെ കഴിക്കുന്ന ഒരു പ്രതികാരല്ല. അല്ല നമ്മൾ ഇതില് ഊഴ്ന്നിറങ്ങും ഇതിന്റെ കൂടെ. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഭാഗമായി വിളമ്പി തുടങ്ങാൻ പോകും. ഞാൻ ആദ്യമേ നമ്മൾ അച്ചാർ. നമുക്ക് തിരുവനന്തപുരം സദ്യയുടെ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. വെറൈറ്റി അല്ല, എല്ലാവരും കാണിച്ചു തന്നെ, എന്നാലും കാണിച്ചു തരാം. ആദ്യം നമ്മള് ഇലയിൽ ആദ്യം ഇടാനുള്ള ഇഞ്ചിയാണ്. അപ്പൊ രണ്ടാമത്തെ വിളമ്പാളത് നാരങ്ങ. നാരങ്ങയാണ് ഗൈസ്. നാരങ്ങ ശ്രദ്ധിക്കണം. മൂന്നാമത് വിളമ്പാളത് മാങ്ങ അച്ചാർ. ശ്രദ്ധിക്കണം, മാങ്ങ അച്ചാർ. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിപ്പോകരുത്. അപ്പൊ നാലാമത് വെക്കാനുള്ളത് വെള്ള ചമ്മന്തിയല്ല, വെള്ള കിച്ചടി. പിന്നെ ഇത് അഞ്ചാമത് വെക്കാനുള്ളത് ബീട്രൂട്ട് കിച്ചടി, പച്ചടി. അഞ്ചാമത് വെക്കാനുള്ളത് നമ്മുടെ തോരൻ. ആറാമത്. അതെ. പക്ഷെ ആദ്യം വെക്കാനുള്ള സാധനം മറന്നുപോയി. വേണ്ട, ഇതും കൂടെ വെക്കണം. കുറച്ച് ചിപ്സ്, ഉപ്പേരി, പഴം. ഇനിയാണ് നമ്മളുടെ അടുത്ത ഐറ്റം അവിയൽ. അപ്പോൾ നമ്മൾ സദ്യ എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൊച്ചു കുട്ടികളാണ് നമ്മൾ ആദ്യം ഇരുത്തിയിട്ടുള്ളത്. അതെ. നമ്മളായിരുന്നു പണ്ട് ഇരുന്നോണ്ടിരുന്നത്. അതെ. ഇപ്പോൾ വലുതായി. അതെ, കുറച്ച് വലുതായി. വലുതായതുകൊണ്ട് പിള്ളേരൊക്കെ ഇരുന്നതിന് ശേഷം മൂത്തവരിയ്ക്കാന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കുകയാണ്. ഹരിദാസ് പൊട്ടിക്കരഞ്ഞു അത് കേട്ടപ്പോൾ. വീണ്ടും അവന്റെ ചെറിയ പ്രായത്തിലേക്ക് പോകാൻ കാലത്തിലേക്ക് പോകണം. പക്ഷെ പിള്ളേരിരുത്തിയില്ല. മാമൻ പിന്നെ മാറിയിരിക്കണം. ഇനി കുറച്ചുകൂടെ വരാനുണ്ട്. അവരോട് വന്നിട്ട് സിസ്റ്റേഴ്സ് ഒക്കെ കുറച്ച് പേരുണ്ട്. അവരൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. അപ്പൊ ഗൈസ് ചോറ് വിളമ്പയാണ്. ബിനുവും ശ്രീകാന്തും കൂടെ വേണ്ട കുറച്ച് മതി. നീയാണ് കഴിക്കണം. പാവം കൊച്ചടാ. അല്ലടാ, 3-4 വിളമ്പുണ്ട്. അപ്പൊ കുറച്ചിട്ട് അടുത്ത 2 വന്നിട്ടുണ്ട്. പരിപ്പോടെ ഗൈസ് ഒരു അടിക്കുള്ള സാധനങ്ങളെല്ലാം കാണുന്നുണ്ട്. പപ്പടം കൊടുത്തിട്ട് അവർ പരിപ്പ് കൊടുത്തു വിട്ടില്ല. പപ്പടം ഇല്ല, പരിപ്പ് എങ്ങനെ കൊണ്ടുപോകും? പക്ഷേ പരിപ്പ് കൊണ്ടുവന്നിട്ട് പപ്പടം ഇല്ല. പപ്പടം കൊണ്ടുവന്നിട്ട് പരിപ്പില്ല. അതാ ഗൈസ് ഇത് ഇടിയാണ്. കൊല്ലത്താണെങ്കിൽ ഇപ്പൊ ഇവിടെ കൊല കടന്നേനെ. കൊല്ലത്തന്നെ ഇപ്പൊ കാണരുത്. ഞാൻ ഇപ്പൊ അല്ല ഇവിടെ മോശമൊന്നുമില്ല. ഇവിടെ അതിന്റെ അടുത്താണ് നമ്മളെ സ്ഥലം. തിരുവനന്തപുരം മോശമൊന്നുമില്ല. അല്ല ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ എന്തായാലും പരിപ്പ് വേണം. നീ വിളി. ഇൻഫോം ചെയ്യ്. പരിപ്പ് കുറച്ചാടാ. പരിപ്പില്ലെന്ന് പറയാം. ഇതിൽ പരിപ്പ് വച്ചിട്ടില്ലെന്ന് ചോദിച്ചാണ്. അവനെങ്ങനെ പരിപ്പ് കുറച്ചതായി. ഇവന്റെ ഈ പരിങ്ങൽ കണ്ടാലേ പരിപ്പ് വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഒന്നും പറഞ്ഞില്ല. മറന്നുപോയതാ. ഗ്യാസ് ആയതുകൊണ്ടാവും കുറച്ചത്. എടാ ഇത് നിന്റെ ഇവന്റ് തന്നെ അല്ലേ? ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് അല്ലല്ലോ, ഇത് വേറെ ചടങ്ങുമല്ലോ. നമ്പർ കുറവാൻ വിളിച്ചോളൂ. ചിലപ്പോ വിട്ടുപോയതാണെങ്കിലും പറയാം. എന്തായാലും സാമ്പാർ അപ്പൊ ഗൈസ് ഇത്തിരി നമ്മൾ സമീപനം പാലിക്കണം. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പരിപ്പില്ലാതെ വരും. അപ്പോഴും നമ്മൾ ഒന്ന് സമാധാനമായിട്ട് സാമ്പാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഉള്ളതുകൊണ്ട് ഓണം പോലെയുള്ള ഒരു വാചകം നമ്മൾ അതിൽ പ്രയോഗിക്കണം. അങ്ങനെ അല്ല, ഞാനാണെങ്കിൽ ഇപ്പൊ അവ ആക്ട് ചെയ്യുള്ളൂ ചോദിക്കണായിട്ട്. സാമ്പാർ ആദ്യം വിളമ്പണ സദ്യ ഉണ്ട്. വടക്കോട്ടൊക്കെ അങ്ങനെയാ. നമ്മൾ ആ ഒരു ഇത് ട്രെൻഡ് പിടിക്കാം. നീ കയറുന്നതിന് മുന്നേ പരിപ്പെത്തിയാ മതി. രണ്ടാമത് വിളമ്പി നന്നായി. അല്ലെ പിള്ളേര് കഴിക്കട്ടെ.
പിള്ളേരെ കഴിക്കട്ടെ. യുവതലമുറ കയറി വരും. പരിപ്പ് വന്നിട്ട് നമുക്ക് കഴിക്കാം. അതല്ല, യുവതലമുറക്ക് ഇനിയും ചാൻസസ് ഉണ്ട് പരിപ്പ് കഴിക്കാൻ. പരിപ്പ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. അയ്യോ, അതല്ല, നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ കണ്ടിന്യൂ. ഞാൻ അതല്ലേ പറഞ്ഞ പരിപ്പ് അതെന്തോറ്റി അവർക്ക് വെറുതെ പറയാം. അല്ല ഇവിടെ എത്തിയെന്ന് ചോദിക്കാറുണ്ട്. അല്ല, ഓട്ടേ വന്നോണ്ടിരിക്കും. എന്നാ പിന്നെ അവരെ നമ്മളോട് പറയണ്ടേ പരിപ്പൊന്നുമില്ല എന്ന്. സാഹചര്യങ്ങൾ കുഴപ്പമില്ല, ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് തരാം. നേരിടണം തൊമ്മൻ. പരിപ്പ് കണ്ടാ പോരെ. പരിപ്പും നെയ്യും. പിള്ളേർക്ക് സദ്യക്കത് ഒതിന്റിസിറ്റി നഷ്ടപ്പെട്ടു. എന്നാലും യുവതലമുറ അല്ലേടാ, ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ട് പോകണ്ടേ. നമുക്ക് പക്ഷെ പറ്റില്ല. നമുക്ക് പറ്റൂല. നമുക്ക് ഇനി അധികം ഓണങ്ങളില്ല, ബാക്കിയില്ല. അതെ 33 വയസ്സായില്ലേ, അധികം ഓണം ബാക്കിയില്ല. അതുകൊണ്ട് നമ്മൾ ഇനി പ്രോപ്പർ ആയിട്ട് കഴിക്കാവും. അതെ. ചെയ്യാതിപ്പോ ഉടക്കുണ്ടാക്കുന്ന സ്ഥിതിക്ക് അധികം അധികം ഓണം മുടി നരയ്ക്കാൻ ചാൻസ് കുറവാണ്. എടാ മക്കളെ, എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ടേ? അതെ, പപ്പടം കഴിക്കോ? പപ്പടം കൊഴ ഓക്കെ അല്ലേ? ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ അല്ലേ? വെള്ളം ഇതിന്റെ കാറ്ററിംഗ് ആണ്. ഇതിനതിന്റെ കുറച്ച് നന്മ. ഇത് നമ്മളെ ബിൽഡിംഗ് ഓണറാണ്. അങ്കിളിന്റെ പേര് സുരേന്ദ്രൻ. പുള്ളി ഇങ്ങനെ ഇരിക്കണമെങ്കിലും അൾട്രാ റിച്ച് ആണ്. ഓക്കെ, നാളെ ഇടി റൈഡ്. ലൈറ്റാക്കാൻ നോക്കിയിട്ട് ഭയങ്കര ഹാർഡാക്കി. അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. ആൾക്കാർ വിചാരിക്കും ഇവിടുത്തെ ജോലിക്കാരെന്ന് വിചാരിക്കില്ലേ? ഇന്നത്തോടെ നേരത്തെ ലൊക്കേഷൻ പറഞ്ഞത് മാറ്റാം. ഇന്നത്തോടെ പരിപ്പ് ഇവിടെ ചേരും. അടുത്ത മാസം എനിക്ക് വേറെ ലൊക്കേഷനിലായിരിക്കും. നേരത്തെ പറഞ്ഞാൽ അത് മാറും. അടുത്ത ദിവസം മാറും. അപ്പൊ ഗൈസ്, പരിപ്പുമായിട്ട് നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന പരിപ്പുമായിട്ട് നിതിൻ ദാ വരുന്നു. നോക്ക്, സ്ലോ മോഷനിലോ കുറച്ചേരം എടുക്കണം. യെസ്, പരിപ്പ് വന്നിരിക്കുകയാണ്. ഇനി കുട്ടിയുടെ വരും. നമ്മൾ സാധാരണ തിരുവനന്തപുരത്ത് ആദ്യം പരിപ്പാണ് ചെയ്യണത്. ഇപ്പൊ ഒരു മിസ്റ്റേക്ക് വന്നു. എന്തായാലും പരിപ്പ് രണ്ടാമത്. കുറച്ച് പകുതി കൊച്ചുപിള്ളേർക്ക് ചോറ് കൊടുത്തു. ഇതല്ലല്ലോ, ഇതൊരു സിംഹത്തിന് കൊടുക്കുന്ന സാധനമുണ്ട്. വലുതാവട്ടെ ചോറ് കൊടുത്തു. അങ്ങനെയല്ല, എടാ ഇതും കൂടി കൊടുക്കണം. ഇതിന്റെ പപ്പടം ഇല്ല പിള്ളേർക്ക്. അങ്ങനെ എല്ലാവർക്കും നമ്മൾ വിളമ്പി കൊടുത്തു അല്ലേ? ഇരുന്നു. ഇപ്പം മണി 3:40 അല്ലേ? ഇപ്പോഴാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിലിടയ്ക്ക് അഖിൽദാസും അതെ, കൂടുതൽ സദ്യ കഴിക്കണം എന്നുള്ളതിൽ അവരെന്തോ അതെ കനത്ത നാശം വരുത്തിയിട്ടേ ഇവിടുന്ന് പോകണമെന്നാണ് പറയുന്നത്. സദ്യയിൽ ഒന്നും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞാൽ അവർ പോയിട്ടുണ്ട്. നമുക്ക് അവരെ കൊണ്ട് വെയിറ്റ് ചെയ്യണോ അതോ കഴിച്ചു തുടങ്ങാം? ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അവന്മാർ വരുന്നില്ലല്ലേ? കഴിക്കണോ? എന്നാ ഞാൻ അവന്മാർ വന്നിട്ട് കഴിക്കാം. ഇത്രയും നേരം അല്ലേ വേവോളം കാക്കാമെങ്കിൽ 6 കൂടി കാക്കാം. പക്ഷേ ഇത് നല്ലതായിട്ട് ആറി. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് കാണിക്കാനുള്ളത് ഈ പപ്പടം എടുത്ത് ഈ പരിപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് നെയ്യും കൂടി വേണമെന്നാണ്. പക്ഷേ നെയ്യിൽ നമ്മൾ ഒഴിവാക്കി. കൊള്ളാം. ഇത് സാമ്പാറിന് വേണ്ടി മാറ്റി വെച്ചു. വേറെ ചോറ് തരാം. ഫിസിക്ക് കാണിക്കല്ലേ? കഴിച്ചിട്ട് വരാം. ഒരു ഭയങ്കര വലിയ സദ്യ കഴിച്ചിട്ട് നമ്മൾ വയറൊക്കെ നിറഞ്ഞ് ഇനി എവിടെയെങ്കിലും കൊണ്ടൊന്ന് ചാരി ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങും. മത്തടിച്ച പോലെ ഉണ്ടല്ലേ? മത്തടിച്ച പോലെ ആയി. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. പക്ഷേ കൊള്ളാം, നല്ല സദ്യയായിരുന്നു. സമൃദ്ധമായ ഒരു ഫുഡായിരുന്നു. അതെ, ഇത് ഇവൻ കുറെ നന്ദിയൊക്കെ പറഞ്ഞു. അത് ഓസ്ട്രേലിയയിലായിരുന്നു നമ്മൾ വന്നതില്ലേ, വന്ന് ഇവിടെ ധന്യമാക്കിയതിലൂടെ കുറെ നന്ദി പറഞ്ഞു. നമ്മൾ പറഞ്ഞ അത്ര കൂട്ടുകാരല്ലേ, അതൊന്നും വേണ്ട. വേണ്ട. അല്ല, ഇവര് വന്ന്
ഇവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് സാധനങ്ങളൊക്കെ റെഡിയാക്കി ആര് വിളമ്പി കൊടുത്തു? നിങ്ങൾ സഹായിച്ചില്ലേ? അങ്കിളാണ് ഫുള്ള് നമുക്ക് വിളമ്പി തന്നത്. ബിഗ് താങ്ക്സ്. ഇനി നമ്മളെ കൂട്ടത്തിലെ ബാക്ക് ബോൺ ഇങ്ങനെ ബാക്കിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. അവൻ ഫ്രണ്ടിലോട്ട് വരണമെന്ന് എല്ലാവരും പറയുന്നു. പിന്നെ മുണ്ടെടുത്ത് അവനെ അങ്ങനെ കണ്ടിട്ടില്ല. കാണാം നല്ല സ്റ്റൈലായിട്ടില്ലേ? സ്റ്റൈലും ചെറുക്കൻ നമ്മള് ചെറിയ കുഞ്ഞ് സെറ്റപ്പ് ആയിരുന്നു, പക്ഷെ നമ്മളത് എൻജോയ് അതെ. ഇനി ഡോക്ടർ നിതിന് നമ്മളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓണമായിട്ട് എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക, ഹാപ്പി ഓണം, നല്ലതായിട്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. നിന്നെ മിസ് ചെയ്യണ നിന്റെ ഫാൻസിന്റെ അടുത്ത് കുറച്ച് വാക്കുകൂടെ ഉടനെ വരുന്നതായിരിക്കും അല്ലേ? അതെ ശ്രമിക്കാം. അപ്പോൾ ഗൈസ്, ഇന്ന് ഒരു ചെറിയൊരു സിമ്പിൾ ഓണം അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിച്ചു. അതിന് നമുക്ക് ഒരുക്കി തന്ന നിതിന് പ്രത്യേക നന്ദിയുണ്ട്. അതെ, സുരേന്ദ്രൻ അങ്കിൾ അതെ വളരെ കണ്ടോ അങ്കിൾ ഒരു ഹായ് പറയും. കണ്ടോ അങ്കിൾ എപ്പോഴും വർക്കില്ല. കണ്ടോ? താങ്ക്സ്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ കുഞ്ഞോണം പൊന്നോണം. എല്ലാവർക്കും ഈ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. ഈ എപ്പിസോഡ് നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ഓണം. ഇവൻ ക്യാമറയൊക്കെ വന്നിട്ടുണ്ട്. കണ്ണാടി എനിക്ക് വേണ്ടിയാണെന്നോ? എന്റെ സെയിം എനിക്ക് ഗിഫ്റ്റാ. ഞാൻ എടുത്തു. താങ്ക് യുടാ. ഓണത്തിന് നിനക്ക് 1000 പൂച്ചെണ്ടുകൾ. എന്താ ഓണം? അതിലൊരു വൈറസ് വെച്ചിട്ടുണ്ട് ആ കണ്ണാടിയിൽ. ആ വൈറസ് നിന്റെ കണ്ണിൽ കയറും, പിന്നെ നീ ഇവിടെ വരേണ്ടി വരും ട്രീറ്റ്മെന്റിന്. നീ കുറെ നാളായി ഓൾഡ് സ്കൂളിൽ OSP വന്നിട്ട്. അപ്പോഴേ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഓണായിട്ട് തിരുവോണമായിട്ട് എന്തെങ്കിലും പറഞ്ഞു? ഓണാഘോഷത്തിലും പറ. ഉപദേശം പറയാ. നീ നീ എന്തെങ്കിലും പറ. ഹായ് ഓണം, ഹാപ്പി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ഡോക്ടറിലൊക്കെ അവിടെ ഇതാണ് ലെങ്ത്.